ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ആണ്. അപ്പോൾ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡാണ് ഉള്ളത്. അതിലാദ്യത്തെ മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ്. പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ അത് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സോൾഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സോൾഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് വല്ലതും പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡായ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് വേണം ഉപയോഗിക്കാൻ. ശ്രദ്ധിക്കുക, നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്നോ സെയിൽസ് നടത്തിയെന്നോ വല്ലതും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ വേണം ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഈ പ്രോബ്ലം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ PDF ആയിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ ബുക്കിലേക്ക് കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അല്ലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതിയതിന് ശേഷം ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. The following figures related to the manufacture of electric fans for the period of 3 months. ഇലക്ട്രിക് ഫാൻസ് മാനുഫാക്ചർ ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. കംപ്ലീറ്റഡ് സ്റ്റോക്ക് 1/10/2010 നിൽ തന്നിട്ടില്ല. കംപ്ലീറ്റഡ് സ്റ്റോക്ക് 31 ഡിസംബർ 2010 20,250. കംപ്ലീറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്കാണ്. ഫിനിഷ്ഡ് സ്റ്റോക്ക് എൻ്റെ ഓപ്പൺ സ്റ്റോക്കാണ് ആദ്യം തന്നിരിക്കുന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. പിന്നെ തന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 5,000. ദെൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 31 ഡിസംബർ 2010 3,500 എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസുമാണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് ഫാക്ടറി വേജസ് ആണ്. ഫാക്ടറി വേജസ് 75,000. ഫാക്ടറി വേജസ് വന്ന ഡയറക്റ്റ് വേജസ് ആണ്. പിന്നെ ഇൻഡയറക്റ്റ് ചാർജസ് 12,500. ഇൻഡയറക്റ്റ് ചാർജസ് വന്നാൽ ഓവർഹെഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓവർഹെഡ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഓവർഹെഡ്സ് നമ്മൾ 2-3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫാക്ടറി ഓവർഹെഡ്സ്, ഓഫീസ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഒക്കെ നമ്മൾ ഓവർഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് ചാർജസ് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഓവർഹെഡ്സ് അത് ഏത് ഓവർഹെഡ്സ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ള ഓവർഹെഡ്സ് ആകാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് പറയുന്ന ഓവർഹെഡ്സ് ആണ് 12,500. ദെൻ മെറ്റീരിയൽ പർച്ചേസ്ഡ് 32,500. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 32,500 സെയിൽസ് 1,12,500 സെയിൽസ് 1,12,500. ക്വസ്റ്റിൻ്റെ ബാക്കി ഇതാണ്. The number of fans manufactured during the 3 months was 3,000. ഈ 3 മാസത്തെ കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ഈ 3 മാസം കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 3,000 ഫാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ 3,000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3,000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റിംഗ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കോസ്റ്റ് പെർ ഫാൻ ആൻഡ് പ്രൈസ് ടു ബി ക്വാട്ടഡ് ഫോർ 750 ഫാൻസ്. ഇവിടെ പറഞ്ഞാൽ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കോസ്റ്റ് പെർ ഫാൻ. നമ്മളോട് പറയുന്നത് കോസ്റ്റ് പെർ ഫാൻ കണ്ടുപിടിക്കുക. ഈ 3,000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ ഒരു ഫാനിനുള്ള പ്രൈസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ പറയുന്നത് ആൻഡ് പ്രൈസ് ടു ബി ക്വാട്ടഡ് ഫോർ 750 ഫാൻസ്.
750 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൈസ് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ദ പ്രൈസ് ടു ബി ക്വാട്ടഡ് ഫോർ 750 ഫാൻസ് ടു റിയലൈസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദ 3 months എൻഡിങ് 31st December 2010. നമ്മളോട് പറയുന്നത് 3000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. കൂടാതെ 750 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എത്രയാണ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ 750 ഫാൻ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുമ്പോഴുള്ള പ്രൈസ് കണ്ടുപിടിക്കുന്ന സമയത്തുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് to realize the same percentage of profit as was realized during the 3 months ending 31st December 2010. എന്ന് വെച്ചാൽ 31st December 2010 എന്ന് വെച്ചാൽ ഈ 3 മാസം അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷനുള്ള ഈ കാലഘട്ടത്തിൽ എത്രയാണോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക ആ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വേണം നമ്മൾ ഈ 750 ഫാനിൻ്റെ കേസിൽ നമ്മൾ എടുക്കാനും. എന്ന് വെച്ചാൽ 3000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിലെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വേണം ഇവിടെ 750 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ എടുക്കാനും. ഇവിടെ പറയുന്നുണ്ട് സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നേ പറയുന്നുള്ളൂ. സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്നോ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്നൊന്നും പറയുന്നില്ല. സാധാരണ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് പറയുന്ന ഒന്നെങ്കിൽ കോസ്റ്റിലായിരിക്കും അതല്ലെങ്കിൽ സെയിൽസിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റിൽ നിന്നും പറയുന്നില്ല സെയിൽസിൽ നിന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ കോസ്റ്റിൽ വേണം എടുക്കാൻ. സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞെങ്കിൽ സെയിൽസിൻ്റെ വേണം എടുക്കാൻ. ഇവിടെ സെയിൽസിൻ്റെതൊന്നും കോസ്റ്റിൻ്റെതൊന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ കോസ്റ്റിൻ്റെ വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് വേണം എടുക്കാൻ. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദ 3 months എൻഡിങ് 31st December 2010 ആ രീതിയിൽ വേണം എടുക്കാൻ. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഈ ഇൻഫോർമേഷൻ തന്നിരിക്കുന്ന 3000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ്. ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് 3000 ഫാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2 എമൗണ്ട് കോളം വരയ്ക്കണം. ഒന്നാമത്തെ എമൗണ്ട് കോളം ടോട്ടൽ കോസ്റ്റാണ്, രണ്ടാമത്തെ കോളം പെർ യൂണിറ്റ് കോസ്റ്റാണ്. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പറയുന്നുണ്ട്, 3000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 എമൗണ്ട് കോളം വരയ്ക്കണം, ഒന്ന് ടോട്ടൽ കോസ്റ്റ് കോളും ഒന്ന് പെർ യൂണിറ്റ് കോസ്റ്റ് കോളും. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. കോസ്റ്റ് ഷീറ്റ് വരച്ചിട്ട് ഒന്ന് ടോട്ടൽ കോസ്റ്റ് കോളും പെർ യൂണിറ്റ് കോസ്റ്റ് കോളും. നമ്മളിനി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതുക. നമ്മൾ അറിയാം നമ്മൾ പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, പർച്ചേസസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലൊക്കെ തന്നെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വേണം എഴുതണം. ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 5000 ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊന്നും പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസിനൊന്നും പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പാടില്ല. നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്ന സിമ്പിളായിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. എന്താ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ്, ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് അങ്ങനെ പറഞ്ഞുള്ള ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന കോസ്റ്റ് ഷീറ്റ് തന്നിരിക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെയും പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതല്ലാതെ ഓപ്പണിംഗ് സ്റ്റോക്കിനോ പർച്ചേസിനോ ക്ലോസിംഗ് സ്റ്റോക്കിനോ അങ്ങനെയുള്ള ഒരു ഐറ്റത്തിന് നമ്മൾ ഈ പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുകയും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലാണ്. 5000 തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 5000 നമ്മൾ 5000 എഴുതി. ദെൻ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പർച്ചേസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 32500 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 32500. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 37500 കിട്ടി. ദെൻ നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 3500 ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പം നമുക്ക് 34000 കിട്ടി. 34000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 34000. നമ്മൾ ഇതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. 34 എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഈ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മളിവിടെ 3000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 34000 ഡിവൈഡഡ് ബൈ 3000. 34000 ഡിവൈഡ് ബൈ 3000 നമുക്ക് എത്ര കിട്ടും? 11.33 കിട്ടും.
ശ്രദ്ധിക്കുക, 34,000 ഡിവൈഡ് ബൈ 3000. 3000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 11.33 കിട്ടും. ദെൻ നമ്മൾ അടുത്തെന്താ, ഫാക്ടറി വേജസ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതി, ഡയറക്റ്റ് വേജസ് ആണ്. ഇവിടെ ഡയറക്റ്റ് വേജസ് വരെ ഫാക്ടറി വേജസ് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഫാക്ടറി വേജസിൻ്റെ എമൗണ്ട് 75,000 ആണ്. ദെൻ അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് 75,000 ഡിവൈഡ് ബൈ 3,000. 75,000 ഡിവൈഡ് ബൈ 3,000 25 ആണ്. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. അപ്പം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസ് ഓർ ഫാക്ടറി വേജസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, പ്രൈം കോസ്റ്റ് കിട്ടുന്നു. പ്രൈം കോസ്റ്റ് ആഡ് ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൈം കോസ്റ്റിനും കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ്സ്. ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സിന് പകരം നമുക്ക് ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻഡയറക്റ്റ് ചാർജസിൽ ഫാക്ടറി ഓവർഹെഡ്സും ഓഫീസ് ഓവർഹെഡ്സും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എല്ലാം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈം കോസ്റ്റിന് കൂടുതൽ ഈ ഫാക്ടറി ഓവർഹെഡ്സ് ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് പറഞ്ഞ് എഴുതുക. നമ്മുടെ ഓവർഹെഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഓവർഹെഡ്സ് ആഡ് ചെയ്യും. നമ്മൾ സാധാരണ രീതിയിൽ ഈ പ്രൈം കോസ്റ്റിന് കൂടുതൽ ഈ ഇൻഡയറക്റ്റ് ചാർജസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു വരേണ്ടത്. പക്ഷെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞ് പകരം എഴുതുന്നില്ല. പകരം നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. കാരണം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും കാര്യം ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പ്രൈം കോസ്റ്റിലൂടെ ഇൻഡയറക്റ്റ് ചാർജസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യണം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്ന് പറഞ്ഞ് 20,250 ആണ്. ഓക്കെ, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 20,250 ആണ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ദെൻ നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നില്ല. പക്ഷേ സെയിൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. സെയിൽസിൻ്റെ എമൗണ്ട് 1,12,500 ആണ്. അപ്പം നമുക്ക് ഈ സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. സെയിൽസിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തിൻ്റെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം, ഡയറക്റ്റ് വേജസിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം, അതുപോലെ ഇൻഡയറക്റ്റ് ചാർജസിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. കോസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ 3,000 അല്ലേ. ഡയറക്റ്റ് വേജസിനെ ആണെങ്കിൽ 75,000 ഡിവൈഡ് ബൈ 3,000. കാരണം 3,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3,000 കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യത്തെ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റിനൊക്കെ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് മെത്തേഡിൽ നമ്മൾ ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട, പക്ഷേ ഒരൈറ്റത്തിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രോഫിറ്റ്സ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അല്ലേ, സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. കാരണം പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നില്ല, ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ കോസ്റ്റിൻ്റെ ബേസിലാണ് എടുത്തത്. ഇനി സെയിൽസ് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽസിൻ്റെ ബേസിൽ വേണം എടുക്കാൻ. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,250 ആണ്. 11,250 ഡിവൈഡഡ് ബൈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,1250 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 11.11% 11.11% ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ 11.11% കിട്ടി. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യണം.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നത് 750 ഫാൻസിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് ഷീറ്റും കൂടെ വരയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഫോർ 750 ഫാൻസ് ഓർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ 750 ഫാൻസ് ഓർ നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ വരച്ച കോസ്റ്റ് ഷീറ്റിലെ തൊട്ട് മുന്നേ നമ്മൾ വരച്ച ഈ കോസ്റ്റ് ഷീറ്റിനെ ബേസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിലുള്ള ഏതൊക്കെയാണ്? ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും അല്ലാതെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഫാക്ടറി വേജസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ചാർജസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ്, ഇതിനകത്ത് ഏതൊക്കെ ഐറ്റംസ് ഉള്ളോ ആ ഐറ്റംസൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ഐറ്റം ഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ആ കോസ്റ്റ് ഷീറ്റിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ഡയറക്റ്റ് മെറ്റീരിയലാണ് നമ്മൾ എഴുതുക. ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റ്. ഇതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റിനെ ബേസ് ചെയ്താണ്. ഇവിടുത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ 34,000 ആണ്. ആ 34,000 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 11.33 സെയിം പെർ യൂണിറ്റ് തന്നെ നമ്മൾ ഇവിടെ എടുക്കുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 11.33 വരും. ഓക്കെ, 11.33. നമ്മളിത് 11 ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 750 ഫാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 750 ഇൻറ്റു 11.33 വരും. 750 ഇൻറ്റു 11.33 എന്ന് പറയുന്നത് 8,498 വരും. 97.5 വരുന്നത്. അപ്പം 8,498 വരും. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ. അടുത്ത നേരത്തെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത് എന്തായിരുന്നു? ഡയറക്റ്റ് ഫാക്ടറി വേജസ്. നമ്മൾ ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും അതൊന്നും എടുക്കുക, അല്ലാതെയുള്ള ഐറ്റംസ് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെയുള്ള ഫാക്ടറി വേജസ് ആണ് നമ്മളിവിടെ എഴുതുക. ഫാക്ടറി വേജസ് ഓർ ഡയറക്റ്റ് വേജസ്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ കോസ്റ്റ് പെർ യൂണിറ്റിൽ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരുന്നു? ഫാക്ടറി വേജസിൻ്റെ പെർ യൂണിറ്റ് ഒരു യൂണിറ്റിന് 25 രൂപയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുക ഒരു യൂണിറ്റിന് 25 രൂപ. ഒരു യൂണിറ്റ് നമ്മളിവിടെ എടുക്കുക 25 രൂപ. അപ്പോൾ നമ്മളിവിടെ എത്ര വരും? എൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് 750 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 750 ഇൻറ്റു 25. 750 ഇൻറ്റു 25 എന്ന് പറയുന്നത് 18,750 വരും. 18,750 വരും. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഡയറക്റ്റ് മെറ്റീരിയലും ഫാക്ടറി വേജസും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് കിട്ടുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് 36.33. ഇവിടെ കിട്ടുന്നത് 27,248. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് പറഞ്ഞ് കിട്ടുന്നത്. നമുക്കിനി ആഡ് ചെയ്യേണ്ടത് നേരത്തെ ക്വസ്റ്റ്യൻ എന്താ ആഡ് ചെയ്തത്? ഇൻഡയറക്റ്റ് ചാർജസ് ആണ്. നമ്മളിവിടെ ഇൻഡയറക്റ്റ് ചാർജസ് എന്ന് എഴുതുക. ഇൻഡയറക്റ്റ് ചാർജസിൻ്റെ പെർ യൂണിറ്റ് നേരത്തെ ആൻസറിൽ എത്രയായിരുന്നു? 4.17 ആണ്. 4.17 നമ്മളിവിടെ എടുക്കുക. 4.17 ഇവിടെ എത്ര വരും? 750 ഇൻറ്റു 4.17 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. 750 ഇൻറ്റു 4.17 എന്ന് പറയുന്നത് 3,128 ആണ്. ഇപ്പോൾ പ്രൈം കോസ്റ്റിന് കൊടുത്ത് ഇൻഡയറക്റ്റ് ചാർജസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ എഴുതിയതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 30,376. ഇവിടെ വരുന്ന എത്ര വരും? 40.50. ഇത് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റാണ്. നേരത്തെ ക്വസ്റ്റ്യനും പ്രോഫിറ്റാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഴുതാം പ്രോഫിറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജാണ്. കോസ്റ്റിൻ്റെ എത്രയായിരുന്നു? 11.11%. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റിൻ്റെ 11.1%. അപ്പോൾ ഇവിടെ എത്രയാണ്? 30,376ൻ്റെ 11.11%. എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടുന്നത് 3,375 കിട്ടുന്നത്. 3,375 പെർ യൂണിറ്റ് കിട്ടുന്നത് 4.5 കിട്ടുന്നു. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടുന്നു. സെയിൽസ് എന്ന് പറയുന്നത് 33,751. ഇവിടെ കിട്ടുന്നത് 45.
ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഫോർ 750 ഫാൻസിന് നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. ആ പെർ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എത്ര ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ വരയ്ക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ വരയ്ക്കുമ്പോൾ പെർ യൂണിറ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ കൂടാതെ ഹോംവർക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോബ്ലം ചെയ്യുക. വേറൊരു ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക, എങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. എന്നിട്ട് ആൻസർ തന്നു കഴിയുമ്പോൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.